ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? കേരളത്തിലുള്ളതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും പൊതുവിതരണ സംവിധാനവും എല്ലാം ഏറ്റവും മികച്ചത് ഈ കേരളത്തിലല്ലേ? നമുക്കൊരു കുറ്റുണ്ടായിരുന്നുകൊണ്ട് വ്യവസായ സൗഹൃദമല്ല കേരളം. ഇപ്പം അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, വേറെ ആരുമില്ല, നമ്മുടെ ഏറ്റവും വിരോധമുള്ളൊരു ഗവൺമെൻറ്റാണ്, അവരൊക്കെ കൂടി പട്ടിക തയ്യാറാക്കി ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് കേരളമാണ് എന്നാണ് ആ പട്ടിക. ഞാൻ നോക്കി, ഞങ്ങളുടെ ഏറ്റവും വിരോധം കാണിക്കുന്ന പത്രങ്ങളിൽ പോലും ഒരു ലേഖനം, മുഖപ്രസംഗം എഴുതേണ്ടി, മുഖപ്രസംഗം, ഹിന്ദു മുഖപ്രസംഗം എഴുതിയില്ലേ, മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയില്ലേ? മാറ്റത്തിൻ്റെ ഈ പുരോഗമനത്തെ ചൂണ്ടിക്കാണിക്കാതെ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ? ഏറ്റവും നല്ല പോലീസ് സംവിധാനവും ക്രമസമാധാനവും ഉള്ളത് എവിടെ? ഇന്ത്യ രാജ്യത്ത് എവിടെയാ? കേരളത്തിലേക്ക് പുറത്തുനിന്ന് ഏതോ കള്ളന്മാരൊന്നുണ്ട് മിന്നാന്ന് കഴിഞ്ഞ ആഴ്ച ആ ATM കൂടെ അടിച്ചു പോയില്ലേ? അടിച്ചവനോടെ പിടിച്ചില്ലേ? MT വാസുദേവൻ നേരെ വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. 24 മണിക്കൂർ കൊണ്ട് പിടിച്ചിങ്ങനെ ഹാജരാക്കിയ ചിത്രമാണ് ഞാൻ ഇന്നലെ കണ്ട്. നിങ്ങൾ കണ്ട? അപ്പോൾ ATM എടുക്കാൻ വന്നാലും MTൻ്റെ വീട്ടിൽ കയറിയാലും വേറെന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും ഈ കേരളത്തിൽ നടക്കൂല. കേരള പോലീസാ, പിണറായി വിജയൻ്റെ പോലീസാ, തൂക്കി കണ്ടെടുക്കും. അപ്പോൾ ഏറ്റവും നല്ല ക്രമസമാധാനം എവിടെയാ? ഇവിടെ. വർഗീയ സംഘർഷം ഉണ്ട്, ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാ? ഇവിടെ വർഗീയവാദികളില്ലേ? ഇവിടെ RSS ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമില്ലേ? മുസ്ലിം വർഗീയവാദിയില്ലേ? ഹിന്ദു വർഗീയവാദിയില്ലേ? എല്ലാ വർഗീയവാദികളും അവരുടെ പ്രവർത്തനമൊക്കെ കേരളത്തിൽ അടുത്തുണ്ടാവും. പക്ഷേ ഒരു വർഗീയവാദിക്കും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ ഈ നാട്ടിൽ പറ്റില്ല. അത് കേരളമാണ്. വളരെ വ്യത്യസ്തതയുള്ള നാടാ. ഇന്നലെ ഒരു TV ചാനലിൽ അങ്ങനെ ഇരുന്നിട്ട് കുറേ ആൾക്കാരുണ്ട്, TV ഒക്കെ വാല് കൂടും പിടിച്ചിട്ട് നിൽക്കുന്നു. ഇന്നലെ ഒരുത്തം കയറി അടിക്കുക, ഈ കേരളത്തിൽ എന്തുണ്ട്? പിണറായി വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റവും മോശമായ ഗവൺമെൻറ് ഇവരാണ്. കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടാ, മനസ്സിലായോ? കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്തൊരു വടിയും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ്, കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ട്, പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. നല്ല കുപ്പായം, നല്ല തുണി, നല്ല ലിപ്സ്റ്റിക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ്. അതിൽ തെറ്റില്ല, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ജോലി ചെയ്യും, ആ കൂട്ടത്തിലൊരു ജോലിയാണ് എന്നുള്ള നിലയ്ക്ക് വളരെ സ്നേഹപൂർവം നിങ്ങളിത് മനസ്സിലാക്കണം. എന്താ കാര്യം? ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നിങ്ങളെല്ലാം ജയിപ്പിച്ച MLA ആയ PV അൻവർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ഒരു ദിവസം കോഴിക്കോട് കൂടി പോയപ്പോൾ ഒരു ആൾ വടിയേറ്റിൻ്റെ മുന്നിൽ വന്നു. അൻവർ ആ കക്കട എന്താ ഒരു പോയിലുണ്ട്, അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല? എന്നോട് ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ പോയിട്ടില്ല, വടിയേറ്റ് വന്നിരിക്കുക. അപ്പം എന്താണ് അദ്ദേഹത്തിന് കുറ്റം? അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ്. അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് പോകുന്നത് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ്. ബക്രാനങ്കലിനേക്കാളും വലിയ അണക്കെട്ട് കെട്ടിയ ആളാണ് PV അൻവർ എന്നാണ് അപ്പോൾ ഇവർ പറയുന്നത്. മനസ്സിലാക്കി? ബക്രാനങ്കലാണ് നമ്മൾ കണ്ടതിൽ വെച്ച് വലിയ അണക്കെട്ട്, അതിനേക്കാളും വലിയ അണക്കെട്ട് കക്കാടം പോയിൽ അൻവർ കെട്ടി. ആര്? നമ്മളെ മാധ്യമങ്ങൾ എല്ലാവരും അല്ല കേട്ടോ, അതിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വടി പിടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അൻവറിനില്ലാത്ത കുറ്റമില്ല. ഏത്? മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചു മാറ്റി, മറ്റേ മദ്യം പറയാൻ പോയ ഭൂമി പിടിച്ചു മാറ്റി, പിന്നെ ആകാശത്ത് കയറിയിട്ട് മറ്റേ ഡാമുണ്ടാക്കി, ഡാമിൻ്റെ അടിയിൽ കയറിയിട്ട് മീനിനെ വളർത്തി, മീനിനടിച്ചിട്ട് അടിച്ചു മാറ്റി. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിൻ്റെ ആളാരാ? PV അൻവർ. ഇത് പറഞ്ഞാരാ? നമ്മളെ മാധ്യമങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കി, നിങ്ങൾ രാവിലെ 6 മണിക്ക് അൻവർ നീക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയുമോ? ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ട് അറിയാം നിങ്ങൾക്ക്? ഇപ്പം ഈ അടുത്ത കാലത്താണ് ഏതുണ്ടായത്? സീതിയാജിപ്പാലം കിട്ടിയത്. മനസ്സിലായി? ഞങ്ങൾ ആദ്യം വരെ നീന്തിയിട്ട് പോയിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഒതായി.
അങ്ങനെ മനുഷ്യൻ നീന്തിപ്പോയി എത്താത്ത ഒരു സ്ഥലത്ത് രാവിലെ അൻവറിൻ്റെ വീട്ടിലെ പട്ടി, പൂച്ച, കോഴി ഇതൊക്കെ കൂവുന്നതിൻ്റെ മുമ്പ് ആദ്യം എത്തുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. അൻവർ നന്നായി, ലോകത്തെ ഏറ്റവും മഹാൻ PV അൻവർ. അതിലേക്ക് ഇപ്പോൾ അൻവർ സുഭാഷിതങ്ങൾ രാവിലെ തുടങ്ങും. അങ്ങനെയാണ്. വൈകുന്നേരം TV അവസാനിക്കുമ്പോൾ പറഞ്ഞാൽ നാളെ രാവിലെ അൻവറിൻ്റെ സുഭാഷിതങ്ങളുമായി നമുക്ക് കാണാം. അങ്ങനെ എപ്പോഴും ഉറങ്ങാൻ പോണ്. ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അടിച്ച് കലക്കില്ലേ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ? എന്താ ഇവിടെ തുടങ്ങുന്നത്? എന്താ ഈ പ്രവർത്തനം? എന്താണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കേരളത്തിലെ അടിവേറിറക്കണം. മനുഷ്യ സ്നേഹത്തിന്റെ ഈ മണ്ണ് ആർക്ക് കൊടുക്കണം? വർഗീയ സംഘർഷമില്ലാത്ത, ജാതീയ കലാപങ്ങളില്ലാത്ത, ആളുകൾ തമ്മിൽ പരസ്പരം സംഘർഷങ്ങളില്ലാത്ത, സമാനദാനത്തിന്റെ ഈ മണ്ണിനെ കാത്തു സൂക്ഷിക്കുന്ന, ദുർബലന്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന, ലോകം സൃഷ്ടിച്ചിരിക്കുന്ന സാമൂഹ്യ പരിമിതികളിൽ നിന്ന് നമ്മുടെ കാലം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നവീന സാങ്കേതിക വിദ്യ സൃഷ്ടിക്കാൻ പോകുന്ന അതിരൂക്ഷമായ പരിമിതികളിൽ നിന്ന് കേരളീയ സമൂഹത്തെ സംരക്ഷിക്കാൻ സഹായകരമായ തരത്തിലേക്കുള്ള ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ, നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കേരള ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ അതിൻ്റെ അടിവേറുക്കുന്നതിന് വേണ്ടി കളവ് കൊണ്ട് ഞങ്ങൾ ശ്രമിച്ച് ജയിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ, വർഗീയവാദികൾ, നാടിൻ്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നവർ, അവരുയർത്തുന്ന വെല്ലുവിളിയെ മുഖാമുഖം നേരിട്ടുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കീഴടങ്ങില്ല എന്ന കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. 20ാമത്തെ വയസ്സിൽ ഇടത് കൈയിലെ വാച്ചൂരി VT ഭട്ടത്തിരിപ്പാടിന് കൊടുത്ത് ജയിലിലേക്ക് പോയ സഖാവ് EMS നമ്പൂതിരിപ്പാടിനെതിരായി തുടങ്ങിയതാണ്. വെള്ളക്കാരന്റെ ജയിൽ എടുത്തു ചാടി പോരാടി ജയിലിനെ വെല്ലുവിളിച്ച് സാമൂഹ്യ മുന്നേറ്റത്തിന്റെ പോരാട്ടങ്ങൾ നയിച്ച AKGക്കെതിരായി നടത്തിയതാണിത്. സ്വന്തം ജീവൻ ഇവിടെ നൽകിയ കുഞ്ഞാലിക്കെതിരായി നടത്തിയ കളവാണിത്. ആ കളവിന്റെ മുന്നിൽ ഈ പാർട്ടി കീഴടങ്ങിയിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന്. ഹിച്ച്കോക്ക് പ്രതിമ നിലനിന്ന സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് പൊളിച്ച് അവിടെ KSRTCയുടെ ഒരു ബസ് സ്റ്റോപ്പ് പണിതു, ബസ് സ്റ്റേഷൻ. നമുക്ക് ബസ് കാത്തുള്ള വെയിറ്റിംഗ് ഷെഡ്. അത് അവിടെ പണിയാനുള്ള കരുത്ത് കാണിച്ച പോരാളിയുടെ പേര് സഖാവ് EK ഇമ്പിച്ചി ബാവ എന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മതന്യൂനപക്ഷത്തിന് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയതിൻ്റെ പേരിലാണ് ആഹ്വാനവും താക്കീതും എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് ദേശാഭിമാനി പത്രം നിരോധിച്ചതും കണ്ടുകിട്ടിയതും. പാരീസ് കമ്മ്യൂണാണ് മലബാർ കലാപം എന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ സ്വാതന്ത്ര്യദിനത്തിൽ ജയിലിൽ കിടന്നത് AK ഗോപാലനാണ്. 1957 ഞങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്ന്, ന്യൂനപക്ഷ വിരുദ്ധമായി എത്രയോ വർഷങ്ങൾ ഇന്ത്യയിലെ നിയമപുസ്തകത്തിൽ മുസൽമാനെ ഏത് സമയത്തും പിടിച്ചുകൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ, കൂട്ടപ്പിഴ ചുമത്താൻ വെള്ളക്കാരനുണ്ടാക്കിയ മാപ്പിള ഔട്ട്റേജസ് ആക്ട് പിച്ച് കീറിയ നേതാവിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. അത് ഞങ്ങളുടെ പാർട്ടിയാ. ആരാ ഇവിടെ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് പുതുക്കിപ്പണിയാനും പുതുതായി തുടങ്ങാനും തീരുമാനമെടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മലപ്പുറം ജില്ല ഏറനാടൻ മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു മലപ്പുറം നേർച്ച. ഇപ്പില്ല. ഇപ്പോൾ കുറച്ച് മതമൗലികതാവാദം വന്നുകൊണ്ട് നേർച്ചയില്ല. പക്ഷെ ഒരു കാലത്ത് മുസൽമാൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രതീക്ഷ അവൻ്റെ അഭിമാന പ്രതീകമായ
മലപ്പുറം നേർച്ച നടത്തുക എന്നുള്ളതാണ്. പാറനമ്പിക്കെതിരായ വലിയ സമരത്തിൽ രക്തസാക്ഷികളായ 41 സൈതാക്കന്മാരുടെ ഓർമ്മ ദിവസമാണത്. ആ ഓർമ്മ ദിവസത്തിൽ മലപ്പുറത്ത് എല്ലാ മുസൽമാനും മലപ്പുറക്കാരെല്ലാവരും ഞങ്ങളൊക്കെ ഒത്തുചേർന്നുണ്ട്, എല്ലാവരും ഒത്തുചേരാറുണ്ടായിരുന്നു. ആ മലപ്പുറം നേർച്ച വെള്ളക്കാരെ നിരോധിച്ചത് കോൺഗ്രസ് നടപ്പിലാക്കിയില്ല. ഞങ്ങൾക്കൊരു നേർച്ച നടത്തണമെന്ന മുസൽമാന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തത് 1957 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റാണ്. അവിടെ നിങ്ങൾ തുടങ്ങില്ല, നമ്മൾ ഓരോന്നെടുത്ത് നോക്കും. മലപ്പുറത്തിനൊരു ജില്ല വേണം, മലപ്പുറം കേന്ദ്രമായിട്ടൊരു ജില്ല വേണം. ഇവിടെ വലിയ സമരം നടന്നില്ലേ? ഞാൻ ഡൽഹി ചെന്നപ്പോൾ മദൻലാൽ ഖുറാനെ കൊണ്ടുപോയി. നേരത്തെ അവിടെ മുഖ്യമന്ത്രി പിന്നെ MP ആയിരുന്നു. ഒരു പാർലമെന്ററി യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, നാട് എവിടെയാ? മലപ്പുറമാണ്. ആ, മലപ്പുറത്താണോ? അതെ, ഞാനവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ വന്നത്? അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ല വേണ്ട എന്നുള്ള നിലയ്ക്ക് ജനസംഘം ജില്ലാ വിരുദ്ധമായ സമരം നടത്തിയപ്പോൾ പിക്കറ്റിംഗ് നടത്താൻ ഡൽഹിയിൽ നിന്ന് ഞാൻ മലപ്പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മദൻലാൽ ഖുറാനെയാണ്. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. എത്ര RSS ഇവിടെ വന്നു ആ ജില്ലക്കെതിരായിട്ട്. ഇവിടെ ജില്ല വേണ്ടാന്നിട്ടുള്ള സമരത്തിന് കോൺഗ്രസ്സുകാർ ആ സമരം നടത്തിയില്ലേ? കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ സമരത്തെ എതിർത്തി, ജില്ലയെ എതിർത്തില്ല. വലിയ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാക്കിയില്ലേ? ജില്ല വന്നാൽ വലിയ വർഗീയ ചേരിതിരിവുകളാണ് ഉണ്ടാവുക എന്നല്ലേ പ്രചരണം വന്ന്. അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റിനെ നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെടുത്തിയ അതിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അതിൻ്റെ ആത്മാഭിമാനത്തിനും കളങ്കമുണ്ടാക്കുന്ന നിലപാടാണോ അതോ അത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു പോന്നിട്ടുള്ളത്? ഇവരെ മാതിരിയാ. മുസ്ലിമിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. മുസ്ലിമിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുക മാത്രമല്ല, അധികാരം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കും, അതും ചെയ്തിട്ടുണ്ട്. അതും കൂടി പിന്നെ വർഗീയത വളർത്താൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കിയവർ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളതിലൊന്നും പങ്കെടുത്തിട്ടില്ല. 2 ലീഗുകാർ മന്ത്രിമാരായാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഭയന്നിട്ടുമില്ല. 2 ലീഗുകാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിമാരായത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ഇരുന്നിട്ടല്ലേ? അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തു പോന്നിട്ടുള്ളത്. നാടിന്റെ പൊതു താല്പര്യങ്ങളാണ്. ഇപ്പൊ എന്താ സമീപനം? ഇപ്പൊ എങ്ങനെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്? +2 വരുമ്പോ മലപ്പുറം ജില്ലയിൽ +2 കിട്ടാൻ കാണാൻ അങ്ങനെ കള്ളത്തരാണെന്ന്. ഈ +2 റിസൾട്ട് വരുമ്പോൾ 1-ാം ദിവസം തന്നെ എല്ലാവർക്കും ഒന്നും കിട്ടൂല. നമ്മൾ 2-3 ഗഡുവായിട്ട് 3-4 തവണയായിട്ട് അഡ്മിഷൻ കിട്ടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കിട്ടാത്ത ഏത് കിട്ടുന്നതെന്നറിയാം. ഇത് റിസൾട്ട് വന്നാൽ പിറ്റേന്ന് തന്നെ തുടങ്ങും. മലപ്പുറം ജില്ലയിൽ 50,000 ആൾക്ക് കിട്ടൂല ഇത് മറ്റും വെറുതെ കടിക്കണേ. ഇപ്പോൾ വന്നില്ലേ? ആർക്കെങ്കിലും സീറ്റ് കിട്ടാത്തൊരു പ്രശ്നം നമ്മുടെ ജില്ലയിലുണ്ടായോ? എല്ലാവർക്കും സീറ്റ് കിട്ടി. ഇത് കഴിഞ്ഞതിലുണ്ട്. നിങ്ങൾ എല്ലാ കൊല്ലം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ നമ്മളെ ഈ പേപ്പറുകാരുടെയും മാധ്യമക്കാരുടെയും അവർ കൊടുത്തതൊക്കെ എടുത്ത് തിരിച്ചെടുക്കുക. എല്ലാ കൊല്ലവും ഈ വാർത്ത കൊടുക്കും. എല്ലാ കൊല്ലവും കൊടുക്കും, എന്നിട്ട് തിരിച്ചുവിടും. തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിക്കും. അവസാനം ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പം ഈ കൊല്ലം എല്ലാവർക്കും ഇവിടെ +2 സീറ്റ് കിട്ടി. അപ്പോൾ അവരുടെ വാദം തരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴ്സിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടം പോലെ പഠിക്കാനുള്ള സൗകര്യം പിണറായി ചെയ്തിട്ടില്ല. ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? ഒലക്ക വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒലക്ക വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കുറച്ച് പേപ്പറല്ലാതെ, കുറച്ച് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളല്ലാതെ വേറെ ആരും ഈ കേരളത്തിൽ ഒലക്ക വിലങ്ങനെ വിഴുങ്ങുന്നില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലായിക്കൊള്ളും. എന്താ സ്ഥിതി? അതാണ് അവർ പറയുന്നത്. ഇവിടെ സംഭവിച്ചു നോക്കൂ. അതായത് നമ്മളൊക്കെ കോളേജിലും സ്കൂളിലും പഠിച്ചവരല്ലേ, മെറിറ്റ് നോക്കൂലേ? ഇത്ര ശതമാനം മാർക്കുള്ള കുട്ടിക്കല്ലേ അയാൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടണം. പാലൊക്കെ ഉണ്ടാക്കേണ്ട പണിയല്ലേ? അത്യാവശ്യം മാർക്ക് കണക്കിനൊക്കെ വേണ്ടേ? അതിൻ്റെ സംഗതികളൊക്കെ കൂട്ടി നോക്കാൻ ജോമെട്രി, ട്രിഗണോമെട്രി, മറ്റേ അളവും തൂക്കമൊക്കെ നോക്കണ്ടേ? അതിന് മിനിമം സ്വബോധം വേണ്ടേ? അല്ല, കണക്കിന് 15 മാർക്ക് കിട്ടിയ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പാലുണ്ടാക്കുന്ന ആ പരിപാടി പഠിക്കാൻ ഇവനെ അയച്ചാൽ അവൻ ഉണ്ടാക്കുന്ന പാലം കീപ്പിട്ടിക്കോടൂലേ? ഉറപ്പല്ലേ? അതിനല്ലേ മെറിറ്റ് അവിടെ വെച്ചിരിക്കുന്നത്, മാർക്കിൻ്റെ മെറിറ്റ്. ഇവർ പറയും അതൊന്നുമല്ല, അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള സ്ഥലത്ത് മാർക്ക് എത്ര പറഞ്ഞാലും ഇഷ്ടം പോലെ തരാൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല. കുറ്റം
ഇന്നലെ ഞാൻ കണ്ടതാണ് ഒരു TV ചാനലിൽ ഇരുന്നിട്ട് ഒരാൾ തട്ടുന്നത്. ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ ഒരു തട്ടിന് നമുക്കെതിരായിട്ട് അടിച്ച കലക്കല്ലേ. വിദ്യാഭ്യാസപരമായിട്ട് മലപ്പുറത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ കോളേജുകളിൽ മലപ്പുറത്താണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോളേജുള്ളത്, ഈ ജില്ലയിൽ. വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ഒരു പുറകോട്ട ഉള്ള സ്ഥിതി പണ്ടത്തെ പോലെയാണോ ഇപ്പോഴത്തെ മലപ്പുറം? അല്ലല്ലോ. മലപ്പുറത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ നിന്ന ഒന്നാം EMS ഗവൺമെൻറ്റും രണ്ടാം EMS ഗവൺമെൻറ്റുമാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവര് വ്യാജപ്രചരണം നടത്തുന്നത്? കുറ്റം പിണറായിക്ക്. പിണറായി മലപ്പുറത്തെ കുറ്റം പറഞ്ഞു, ഭയങ്കര കുറ്റി. ഇപ്പോ മലപ്പുറത്ത് ഒരാൾ കുത്തിക്കൊന്നാൽ പിണറായി പറയുന്നത് എങ്ങനെയാ പറയേണ്ടത്? കോഴിക്കോട്ട് ഒരാളെ കുത്തിക്കൊന്നു അല്ലേ? ഇല്ലെങ്കിൽ ഇവർ സമ്മതിക്കുമോ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ സമ്മതിക്കുമോ? മലപ്പുറത്ത് ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറയാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ തട്ടുതരികയുടെ പരിപാടിയാണ്, രാഷ്ട്രീയമല്ല അത്. എന്നാൽ അതിലൊരു ആപത്ത് പതിയിരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇവരുടെ പരിശ്രമം ഒരു വർഗീയ കണ്ണിലൂടെ മലപ്പുറത്തെ കാണാൻ തുടങ്ങണവർ. തെറ്റാണത്. ഈ മതനിരപേക്ഷതയുടെ അടിത്തറയുള്ള നാടിനെ വർഗീയ കണ്ണിലൂടെ കണ്ട് പണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് ഹിന്ദുത്വ തീവ്രവാദികൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ന്യായമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തരുത്. അത് കോൺഗ്രസ് നടത്തരുത്, അത് മുസ്ലിം വർഗീയവാദികൾ നടത്തരുത്, അത് വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ നടത്തരുത്. അത് ഈ നാടിനെതിരാണ്, മലപ്പുറത്തെ ജനങ്ങൾക്കെതിരാണ്. നിങ്ങളുടെ നിലപാട് മലപ്പുറത്തുകാരെ സംരക്ഷിക്കാനല്ല, അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ്. അതിൻ്റെ മുന്നിൽ കീഴടങ്ങി തിരിച്ചു പോകാനല്ല, ഏറ്റുമുട്ടുക തന്നെ ചെയ്യും നിങ്ങളുടെ തെറ്റിന് നേരെ എന്ന കാര്യത്തിൽ ആർക്കും സംശയവും ഉണ്ടാവണ്ട. അതിലൊന്നും നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഉള്ളിലിരിപ്പ് കൃത്യമായി വ്യക്തമാവുന്നുണ്ട്. കൂട്ടത്തിൽ അൻപറും കൂടി ഒന്നുണ്ട്, ഇതിലും കയറി ഒരു ഇറക്കി കിടന്നോട്ടേച്ചിട്ട്. അങ്ങനെയാണോ കാര്യങ്ങളെ കാണുക? ഇങ്ങനെയാണോ വിഷയങ്ങളെ നമ്മൾ കണ്ട്? മുഖ്യമന്ത്രി ഒരു സംഭവത്തിൽ സംസാരിച്ചു, ഒരു പ്രതികരണം നടത്തി, ദുർവ്യാഖ്യാനം നടത്തി. അപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു, ഞാൻ അങ്ങനെയല്ലാതെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അതല്ലേ ശരി? ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ച് സഖാവ് പിണറായി പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളും ചില വർഗീയവാദികളും ശക്തമായി രംഗത്തേക്ക് വന്നപ്പോൾ സഖാവ് പിണറായി വിശദീകരിച്ചു, എൻ്റെ ഉദ്ദേശം അതല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. പിണറായി അത് വിശദീകരിച്ച് കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല. ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നു, തെറ്റായിട്ട് ഒരാൾക്ക് തോന്നി, ഒരാളിനോടത് പറഞ്ഞു, ഞാനത് വിശദീകരിച്ചു, ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം തീർന്നില്ലേ? അത് തീരൂല. ഇവർക്ക് തീരൂല കേട്ടോ, ഇവർക്ക് തീരൂല. ഇവർ നമ്മളെയും കൊണ്ട് ഫോണച്ചിട്ട് നടക്കുക രാവിലെ തന്നെ. അത് കയ്യിൽ വെച്ചാൽ മതി, നടക്കാൻ പോണില്ല എന്ന് മനസ്സിലായിക്കൊള്ളു. അങ്ങനെ അടിക്കാൻ പാടുണ്ട്, മര്യാദയ്ക്ക് പോണ്ടേ? ഒരു കാര്യം ഞങ്ങളെ വിമർശിക്കാം, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, തെറ്റില്ല. ഞങ്ങൾ മറുപടിയും പറയും, അതിന് തെറ്റില്ല. ഇങ്ങോട്ട് പറയുമ്പോൾ നന്നായിട്ട് കേൾക്കും, അങ്ങോട്ട് പറയുമ്പോൾ നന്നായി പറയും. അത് യാതൊരു സംശയവും ആർക്കും വേണ്ട. അതങ്ങനെയല്ലേ? ഈ പ്രചരണം പാടുണ്ടോ? ഗവൺമെൻറ് എവിടെയെങ്കിലും തെറ്റിന് കൂട്ടുന്നോ? ഇവിടെ ഇപ്പോൾ ഒരു പൂരണ്ടായി, പൂരത്തിൻ്റെ പ്രശ്നമുണ്ടായി. അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? പെശക് കാണിച്ച ഉദ്യോഗസ്ഥന്മാരോട് ഉദാര സമീപനമല്ല ഗവൺമെൻറ് സ്വീകരിച്ചത്. തെറ്റായ രൂപത്തിൽ വർഗീയ ശക്തികൾക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലയിൽ വന്ന തകരാറിനെതിരായി കൃത്യമായ നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചത്. അവിടുത്തെ ആ സംഭവം നടക്കുന്ന സമയത്ത് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, വിശദമായ അന്വേഷണം നടത്തി. ഉയർന്നു വന്ന 3 പ്രശ്നങ്ങൾക്ക് 3 തരം അന്വേഷണം നടത്തി. ഇപ്പോൾ ആ സമയത്ത് അതുമായൊക്കെ ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ ഒരു ADGPക്കെതിരായിട്ട് തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചു. അദ്ദേഹം വഹിക്കുന്ന ചുമതലയിൽ നിന്ന് മാറ്റി. ഗവൺമെൻറ് ന്യായമായ പ്രവർത്തനം നടത്തുക. ഇവിടെ പ്രചരിപ്പിച്ച സമീപനം എന്താ? ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്
ആരോപണം ഉന്നയിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ആരോപണം ഉന്നയിച്ചു, പിന്നെ നാളെ രാവിലെ നടപടി എടുത്തില്ല. അങ്ങനെ ഒരു നടപടി ഇല്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് ഇവിടെ മുഖ്യമന്ത്രിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പം തന്നെ ഞാൻ TV ചാനൽ തുറന്നു നോക്കി. അപ്പോൾ TV ചാനലിൽ നടപടി എടുത്തില്ല. എപ്പോൾ റിപ്പോർട്ട് കിട്ടി അപ്പം തന്നെ നടപടി ഉണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരണം. അത് തരട്ടെ. അല്ല, നേരം വൈകി ഇപ്പോൾ 3 മണിക്കൂറായി. നാളെ ഇപ്പോൾ ഞാൻ കണ്ടു, ഒരു ആശുപത്രിയിൽ കറണ്ട് പോയി, എന്തോ ആ തകരാറാ. അത് നേരെയാക്കാൻ 2-3 മണിക്കൂർ എടുത്തു. ഇവരാണ്ട് ചെന്നിട്ട് 2 മണിക്കൂർ 22 മിനിറ്റായി, 2 മണിക്കൂർ 23 മിനിറ്റായി, 2 മണിക്കൂർ 24 മിനിറ്റായി, 2 മണിക്കൂർ 25 മിനിറ്റായി. എവിടുന്ന് വന്ന ആൾക്കാരെ പേര്? ഏത് നാട്ടിൽ നിന്ന് വന്നവരാണ്? ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം നടത്താൻ പാടുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ കറണ്ട് പോയതിന്? ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അല്ല, 16 മണിക്കൂർ ആ കറണ്ട് പോകുന്നത് നിങ്ങൾ മറക്കണ്ട. ഡൽഹി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ 6 വരി പാത ഏറ്റവും നീളത്തിൽ 600 കിലോമീറ്റർ വെട്ടിക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? അവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്ര വേഗതയിൽ ഇത്ര നല്ല റോഡ് ഇതുവരെ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. 6 വരി പാത, അതിന് 2 സർവീസ് റോഡ്, രണ്ടും കൂടി കൂട്ടിയാൽ 8 വരി ഏറ്റവും വേഗത്തിൽ. അതിലേക്ക് 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വക ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയുന്ന കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിലൊരു കുഴിയില്ലാണ്ടിരിക്കുമോ? കുഴിയില്ലാത്ത റോഡ് ലോകത്തുണ്ടാവോ? ഏതെങ്കിലും പഞ്ചായത്ത് റോട്ടിൽ കുഴിയില്ലാത്ത നാട്ടിലുണ്ടാവോ? ലോക ചരിത്രത്തിലുണ്ടാവോ? ഈ മാധ്യമം വടി പിടിച്ചോന്നെ പ്രധാനമന്ത്രിയൊക്കെ ഇവിടുത്തെ റോട്ടിലെ കുഴി ഇല്ലാണ്ടാവാൻ പോകുന്നുണ്ടോ? എന്നിട്ട് ഇറങ്ങിയിരിക്കുക ഒരു ഉന്തുവണ്ടി 3 വാഴക്കൊലിയേറ്റ്. കേരളത്തിലെ കുഴികൾ റോഡായി പോയി പണിയൊക്കെടും. എവിടെ എത്തി വരുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായിയെ കാണുമ്പോൾ രാവിലെ കാലിൻ്റെ അടിയിൽ നിന്ന് പിന്നെ മുതലാളിക്ക് ലേശം കിലുക്കുണ്ടാവും. അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ. ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി. ഇതാണോ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ന്യായമായി ഞങ്ങളെ വിമർശിക്കാട്ടോ, ഒരു വിരോധമില്ല. വിമർശിക്കണ്ടേ? വിമർശനം ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ? നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ? ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ. പക്ഷേ നിങ്ങൾക്കൊരു പരിക്കുണ്ടാവുന്ന രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നല്ല നിലയ്ക്ക് പോട്ടെ, നല്ല വിമർശനം. നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാനുള്ള വിമർശനം. അത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ചെയ്യണം, തെറ്റില്ല. കളവ് പറയാൻ പാടില്ല, കളവ് പറയരുത്, അത് തെറ്റാ. പിന്നെ നോക്കൂങ്ങൾ ഇപ്പം നടപടി എടുത്താൽ പിന്നെ നടപടി എടുത്തില്ലേ? അതുപോലെ ഇത്ര പോരാ നടപടി. മനസ്സിലായോ? എന്നാൽ പിണറായി ഏത് നടപടി എടുത്താലും ഇവർക്ക് മതിയാവില്ലട്ടാ. അതെല്ലാവരും മനസ്സിലായിക്കൊള്ളും. ഏത് നടപടി എടുത്താലും പോരാ. അതായത് അതിനാണ് ഇപ്പോൾ ഒരു സതീശൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിണറായി പറഞ്ഞ ചർച്ച, ഇരിക്കേണ്ട ഒരു ചർച്ച, അടിയന്തര പ്രമേയം ആവാം ഒരു ചർച്ച. പോയ വഴി കണ്ടിട്ടില്ല, പോയ വഴി. മനസ്സിലായില്ലേ? അങ്ങനെ കാര്യം പറഞ്ഞിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ? ഞങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്താ, ജനങ്ങളുടെ ഭാഗത്താ, പാപങ്ങളുടെ ഭാഗത്താ. ഞങ്ങൾ വേറെ പാർട്ടിയാ. ഞങ്ങളെ ലാഭത്തിലൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർക്കാനുള്ള അജണ്ടയുടെ ഭാഗമായി, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമായി തെറ്റുകളും കളവുകളും പ്രചരിപ്പിക്കുകയാണ്. പി ശശീനെ ഇപ്പോൾ മാറ്റാൻ നമ്മൾ സംസ്ഥാനം പറ്റും പറ, നമ്മൾ നിശ്ചയിച്ചിട്ട് അവിടെ കൊണ്ട് ആക്കിയതാണ്. അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും വ്യക്തമായ ഒരു പരാതി ഇന്നുവരെ സഖാവ് പി ശശി ചെയ്തു, ഇന്ന പരാതി, ഇന്ന കുറ്റം ചെയ്തു, ഇന്ന വ്യക്തിയെ ഉപദ്രവിച്ചു, ഇന്ന മാതിരി കാര്യങ്ങൾ ചെയ്തു, അവിഹിത സമ്പാദ്യം ഉണ്ടാക്കി എന്ന സ്പെസിഫിക്കായ ഒരു പരാതി സഖാവ് ശശിക്കെതിരായിട്ട് ഈ കേരള സംസ്ഥാനത്ത് ആരെങ്കിലും മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ നൽകിയിട്ടുണ്ടോ? ഇല്ല. അൻവർ പോയിരുന്നു അവിടെ. അൻവറിന് പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാ പരാതിയും ആദ്യം പത്രസമ്മേളനത്തിൽ പറയും. മനസ്സിലായോ? 1-ാം ദിവസം പത്രസമ്മേളനത്തിൽ, 2-ാം ദിവസം പത്രസമ്മേളനത്തിൽ, 3-ാം ദിവസം പത്രസമ്മേളനത്തിൽ, അങ്ങനെ എല്ലാവരും മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതെല്ലാം എഴുതി മുഖ്യമന്ത്രിക്ക് കൊണ്ടേ കൊടുക്കും. ഏറ്റവും അവസാനം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന അറിവുള്ള ആളാണ് നമ്മൾ അൻവർ. അവിടെ കൊണ്ടേ കൊടുത്തു. മുഖ്യമന്ത്രി നല്ല മനുഷ്യരായതുകൊണ്ട് അൻവർ തന്നതായാലും അന്വേഷിക്കാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്ത്. എല്ലാം കൊടുത്തു, എല്ലാവരും ഒന്നും കൊടുത്തു, അന്വേഷിച്ചു, പെശക് കണ്ടു കൊടുക്കുക, നടപടി എടുത്തു. അതല്ലേ കേരളം? അങ്ങനെയല്ലേ? ഒരു പെശക് കണ്ടാൽ പെശകിന് നടപടി, അതിൻ്റെ അളവിനനുസരിച്ച് നടപടി. അല്ലല്ല ഇപ്പം തന്നെ വേണം നടപടി. അത് പറ്റുമോ?
IPS, IAS എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബ്യൂറോക്രസി ഗവൺമെൻറ് സമ്മർദ്ദങ്ങളുടെ പുറത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് ഇന്ത്യയിലെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സംവിധാനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, IAS, IPS, IFS, IRS എന്നൊക്കെ പറയുന്ന നമ്മൾ പരീക്ഷ നടത്തി പാസ്സായി വരുന്ന ബ്യൂറോക്രസിയുടെ ഹൃദയം. അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം വരുന്നത് ഒഴിവാക്കാൻ അവർക്ക് സുരക്ഷിതത്വം കിട്ടണം. ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്തുള്ള സുരക്ഷിതത്വം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കേന്ദ്ര സിവിൽ ഭരണാധികാരി ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷയ്ക്ക് സഹായകരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു IAS-നെതിരെ നടപടിയുമ്പോൾ നിങ്ങൾക്ക് ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. മനസ്സിലായോ? കടലാസിനെ കൊണ്ടേ കൊടുത്തു, അപ്പം തന്നെ ഇരിക്കട്ടെ ഒരു നടപടി പറഞ്ഞാൽ 2-ാം ദിവസം അയാൾ അവിടെ തന്നെ വന്നിരിക്കും. എന്താ കാരണം? നിയമപ്രകാരമല്ല, അതിൻ്റെ അന്വേഷണം നടത്തണം. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവൺമെൻറ്റിന് ഒരു IAS ഉദ്യോഗസ്ഥന് നേരെ നടപടി സ്വീകരിക്കാൻ പറ്റൂ. ഓരോ നടപടി സ്വീകരിക്കുമ്പോഴും അതിൻ്റെ അളവിനും തൂക്കത്തിനും അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വേണം. വെറുതെ നടത്താൻ പറ്റുമോ? നടത്തുമോ? ഞങ്ങളേതെങ്കിലും തെറ്റായ രാഷ്ട്രീയ വീക്ഷണം പുലർത്തുന്ന ഒരാളെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തുമോ? ഇല്ലല്ലോ. അത് നിർത്തുന്ന ആൾക്കാരെ പേര് UDF എന്നാ. ആ BJP-യിൽ പോയാണെങ്കിൽ സെൻകുമാർ അദ്ദേഹത്തെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്ന ആരാ? UDF അല്ലേ? അവർക്കതൊരു അഭിമാനം ചെയ്തില്ലേ അവര്? അവരാ ചെയ്ത്. ഞങ്ങൾ വിചാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ്റെയും ആവശ്യമില്ല, ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. അത് നടത്താനുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ജനങ്ങളാണ് ഈ പാർട്ടിയുടെ കാവൽക്കാർ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. ആക്ഷേപങ്ങൾ ഇങ്ങനെ പറയാൻ പാടുള്ളൂ, ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ഏതൊരു കാര്യത്തിലും അപ്പപ്പോൾ വ്യക്തമായ പരാതി കിട്ടിയാൽ അപ്പപ്പോൾ നടപടി എടുക്കുന്നതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ആർക്കുണ്ടാവേണ്ടതില്ല. ജനങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തതയുള്ള നയസമീപനവുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു തെറ്റിൻ്റെ കൂടെയും നിൽക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ ഈ ഭരണത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പാർട്ടി പരിശ്രമിക്കുന്നത്. പിന്നെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാർട്ടിക്കാരല്ലാത്തവരും നമ്മളോട് സഹായിക്കാൻ വരും. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്രന്മാർ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരും. എത്ര സ്വതന്ത്രന്മാർ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ പ്രതിഭാശാലികളായ മനുഷ്യരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രന്മാരായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ ജേതാവ് SK പൊറ്റേക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലശ്ശേരിയിൽ നിന്ന് MP ആയി ഇന്ത്യയുടെ പാർലമെന്റിലെത്തി. ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ ആരാ? ഏറ്റവും മികച്ച മലയാള സാഹിത്യ നിരൂപകനാണ് മുണ്ടശ്ശേരി മാഷ് നമ്മളെ സ്വതന്ത്രനായി ജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായില്ലേ? VR കൃഷ്ണയ്യർ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരല്ലേ VR കൃഷ്ണയ്യർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്രനായി MP ആയി, MLA ആയി, മന്ത്രിയായില്ലേ? ഡോക്ടർ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ, നല്ല ഡോക്ടറായിരുന്നു, ആരോഗ്യമന്ത്രിയായില്ലേ? നമ്മുടെ സ്വതന്ത്രന്മാർ എപ്പോഴും നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തികയില്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ നോക്കി 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ രേഖയിലും എല്ലാ പാർട്ടി കോൺഗ്രസ് രേഖകളിലും നമ്മൾ കാണുന്നത് എന്താ? ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം പാർട്ടി അംഗങ്ങൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, അതിനുമപ്പുറത്ത് പാർട്ടിക്കൊപ്പം വിഷയങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ, അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണം. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാകണമെന്ന് നിർബന്ധിക്കാനാവില്ല. പലതരം സങ്കീർണതകൾ ഉണ്ടാവും. അപ്പോൾ ഈ സ്വതന്ത്രന്മാരെ കൂടി കൂട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിൽ നമ്മളെ കൂടെ വന്ന് മത്സരിച്ചിട്ടില്ലേ? പക്ഷേ അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്വതന്ത്രന്മാരോട് എന്താ പറയുക?
ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കാണ്. ആ 5 കൊല്ലത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ നിൽക്കണം. അതിമേലാണ് നമ്മൾ സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുക്കുക. ചില ആൾക്കാർ 3 കൊല്ലം കൂടുമ്പോൾ തൊട്ടിന്യായം പറഞ്ഞ് പിരിഞ്ഞു പോകും. അത് കണ്ടും ഞങ്ങൾ പേടിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിച്ചു. അങ്ങനെയുണ്ട്. അതൊക്കെ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ഏത് ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ്. അങ്ങനെ പോയാൽ ഇതാ തീർന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം കിട്ടിപ്പോയി ഒരവസരം, തട്ടിക്കളയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാവങ്ങളെ തട്ടാം എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അത് പ്രചരിപ്പിക്കണം, ജനങ്ങളോട് പറയണം. നിങ്ങൾ നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത് അത് ഞാനൊന്നും പറയില്ല. അതിനൊരളവുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷെ കാണുമ്പോൾ ഒരു വിഷമം. അതാ സംഭവം. ഇപ്പോൾ നിലമ്പൂർ MLA നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല. മാറിക്കോട്ടെ, മാറിപ്പോയി. പിന്നെ മാറിപ്പോയൊരു ശക്തി കാണിക്കാൻ ചില സൂത്രങ്ങളൊക്കെ കാണിക്കും. അതിപ്പോൾ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയില്ല. പിന്നെ നിലമ്പൂരിൻ്റെ അടുത്താണ് ഗൂഡല്ലൂർ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ DMKൻ്റെ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടു വരും. അതിപ്പോൾ നിലമ്പൂരിൻ്റെ അടുത്ത് ഗൂഡല്ലൂർ ഉണ്ടായതൊരു സംഭവിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇമ്മക്ക് വല്ല പേടിയുണ്ടോ? എനിക്കതാ മനസ്സിലാകത്ത്. അതൊക്കെ നടക്കും, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നമ്മളെ നേരെ കളവ് പ്രചരിപ്പിക്കരുത്. നമുക്കെതിരായിട്ട് ഈ പാർട്ടിയെ അധിക്ഷേപിക്കരുത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ട് നമുക്കൊരു നമ്മളുടെ ഒരു സ്നേഹം ആരാണ്? ബ്രാഞ്ചിലെ സഖാവ് നല്ല സഖാവ്, ലോക്കൽ കമ്മിറ്റി കുറച്ചും കൂടി മോശം, ജില്ലാ കമ്മിറ്റി കുറച്ചും കൂടി മോശം, സംസ്ഥാന കമ്മിറ്റി മോശം, അതിൻ്റെ അപ്പുറത്താണ് വളരെ മോശം, പിണറായി വിജയൻ വളരെ 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 മോശം. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോണം കേട്ടോ. ഞങ്ങളെല്ലാവരെയും അടയാളപ്പെടുത്തുന്ന ഒരു പേരുണ്ട്, അത് സഖാവ് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലായിക്കോണം. അത് ബ്രാഞ്ചായാലും പോളിറ്റ് ബ്യൂറോ ആയാലും ശരി, ഞങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളെല്ലാവരും ഈ ചെങ്കൊടിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ചുമതലകൾ വ്യത്യസ്ത സ്ഥലത്തിൽ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ്. ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേരെ കളങ്കമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരിവാരി തേക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അതിനാളെ കിട്ടില്ല. കിട്ടിപ്പോയി കുറച്ച് ആൾക്കാർ അതിന് കിട്ടുന്നവർ വിചാരിച്ചത് പിണറായിയെ കുറ്റം പറയാം. എന്നിട്ട് സാധാരണക്കാരെ സഖാവെ ബാഞ്ചിലെ മെമ്പറോട് അയ്യോ സഖാവിനെ കുറിച്ചല്ല കേട്ടോ, ഇത്ര വിവരമില്ലാത്തവരെ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചാ ഇവൻ സാധുവായിരിക്കും. ഗതിയില്ലാത്തവനൊക്കെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ധാരാളം. പാവങ്ങളാ, 3 നേരത്തെ ഭക്ഷണം വല്ലപ്പോഴും കഴിക്കുന്നവർ ഈ പാർട്ടിയിൽ ധാരാളം ഉണ്ട്. അവരെ പറഞ്ഞു പറ്റിക്കാനൊന്നും ഈ ലോകത്തൊരാളെ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ട് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട്? ഇവിടെ വിലയാണെന്ന് എന്തെല്ലാം കാപട്യം നിറഞ്ഞ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയത്, എന്തെല്ലാം തെറ്റായ പ്രചരണ ഘോഷങ്ങളാണ് നടത്തിയത്. അത് നല്ല കാര്യമില്ല, ന്യായമായ കാര്യമല്ല. പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായൊരു കാഴ്ചപ്പാടിൻ്റെയും പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ. ഞങ്ങൾ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ പാർട്ടി ഒരു തരം ഭീഷണിയുടെ മുന്നിൽ കീഴടങ്ങില്ല. പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഒരാൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്കെതിരായി വരുമ്പോൾ അത് ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എതിരായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയും എന്ന കാര്യം മറന്നു പോകണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരാൾക്കും മുന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർത്തോളണം. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ തെരുവിലാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് വീണത്. ഈ റോട്ടിലാണ് സഖാവ് പൗലോസ് കുത്തേറ്റ് മരിച്ചു വീണത്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലെ ഒരു തരി മണ്ണിടാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാർ. ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ വർഗീയവാദികളും ഒരുമിച്ചിരിക്കുക. എല്ലാ വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരുമിച്ചിട്ടുണ്ട്. UDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഈ വർഗീയവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വലിയ തോതിൽ പണം ചെലവഴിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ലക്ഷ്യമാണുള്ളത്: കേരളത്തിലെ ഭദ്രമായ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം. ഒരുപാട് മനുഷ്യന്റെ രക്തവും ജീവനും നൽകിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്: കൂലിക്ക് വന്ന ഒരാളും ഇവിടെയില്ല എന്നതാണ്. ഒരാളില്ല. അവർ വന്നതാ ഇവിടെ. അവർ നാളെയും വരും, മറ്റന്നാളും വരും. ഈ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ജീവന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരും. ആ മനുഷ്യരാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്. ആ മനുഷ്യരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായി അതിൽ കുറവ് വരുന്നിടത്ത് കുറവ് പരിഹരിച്ച് കേരളത്തിലെ CPIM ജനങ്ങൾക്കൊപ്പം നിൽക്കും. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. ഞങ്ങൾക്ക് പെശക് പറ്റിയാൽ ജനങ്ങളോട് തുറന്നു പറയും. ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷമില്ലാത്തൊരു ഇന്ത്യ നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഇതിനേക്കാൾ വളരേണ്ട ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ തിളങ്ങുന്ന കരുത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിൻ്റെ 8 സംവത്സര കാലത്തെ ഭരണമുണ്ടാക്കിയ മഹാനന്മകളെ തല്ലിക്കെടുത്തുക, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, ലോകത്തെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനുവേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുക. അത് വാങ്ങിച്ചിലർ നമുക്ക് നേരെ ആക്രോശിക്കുക. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കുക, കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചു കളയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തന പ്രക്രിയയിലേക്ക് നീങ്ങുന്ന വലതുപക്ഷത്തിന്റെ അണിയിലേക്ക് ഒരു അൻവർ കൂടി പോയിരിക്കുന്നു എന്നതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വർഗശത്രുവിൻ്റെ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗശത്രുവായി തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. നമുക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. നിലമ്പൂരിലെ പാർട്ടി, മലപ്പുറത്തെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച പാർട്ടിയാണ്. ചെറിയൊരു പാർട്ടിയായി തുടങ്ങിയ പാർട്ടിയാണ്. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച കാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോൾ നമുക്കുള്ളത്. അതിനേക്കാൾ വലിയ ബഹുജന സ്വാധീനമുള്ള പാർട്ടിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പാർട്ടി. ലീഗിൻ്റെ നെടുങ്കോട്ടയിൽ ആരൊക്കെയാണ് നമ്മൾ തോൽപ്പിച്ചതെന്നൊന്നും ഞാനൊരു വീരവാദം പോലെ പറയുന്നില്ല. അതൊരു സത്യമാണ്. ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകളുടെ പിന്തുണയും സഹായവും നമുക്ക് കിട്ടി. ഇനിയും കൂടുതൽ ആളുകൾ കടന്നു വരണം. ഇനിയും കൂടുതൽ സ്വതന്ത്രന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരണം. നല്ല മനുഷ്യർ കടന്നു വരണം. അവർക്കായി തുറന്നിട്ട ഒരു വാതിലാണ് ഈ CPIM. മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് കരുത്തോടുകൂടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നാം മുന്നോട്ട് പോകും. നമ്മുടെ ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്, അതും ജനപക്ഷത്താണ് നിൽക്കുക. അതിൻ്റെ സാരഥി മുഖ്യമന്ത്രി സഖാവ് പിണറായി, ക്യാബിനറ്റ്, ഗവൺമെന്റ്, പാർട്ടി എല്ലാം ഒരുമിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഈ പാർട്ടിയുടെ കാവൽക്കാരായി, പോരാളികളായി, സംരക്ഷകരായി ചെങ്കൊടിയുടെ അഭിമാനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ നിലമ്പൂരിലെ എല്ലാ ജനങ്ങളും എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവണമെന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥന രേഖപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.